ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മനോഹരമായ തൂക്കുപൂക്കളാൽ ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയ ഫ്യൂഷ്യ പ്ലാന്റ് എന്ന അലങ്കാര ചെടിയെക്കുറിച്ചാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്യൂഷ്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വ്യത്യസ്തമായ നിറങ്ങളിലുള്ള പൂക്കളാണ്. ഒരു നൃത്തം ചെയ്യുന്ന പാവകളെ പോലെ ഇതുപോലെ തൂങ്ങിയാടുന്ന പൂക്കൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. റെഡ്, വൈറ്റ്, പിങ്ക്, പർപ്പിള്, ഓറഞ്ച് ഇങ്ങനെ ഒരുപാട് നിറങ്ങളിൽ ഫ്യൂഷ്യ പ്ലാന്റ്സുകൾ ലഭ്യമാണ്. ചില ഇനങ്ങളിൽ ഇതുപോലെ 2 നിറങ്ങളിൽ പൂക്കൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. പൂന്തോട്ടത്തിലും ബാൽക്കണികളിലും ഹാങ്ങിങ് ബാസ്ക്കറ്റിലും എല്ലാം വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു ഫ്യൂഷ്യ പ്ലാന്റ്. ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ വളർത്തണമെന്ന് മാത്രം. ഈ ചെടി നല്ല വെളിച്ചം ആഗ്രഹിക്കുന്ന പ്ലാന്റ് ആണെങ്കിലും കഠിനമായ ഉച്ചവെയിൽ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സെമി ഷെയ്ഡിൽ വളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഉച്ചയ്ക്ക് കിട്ടുന്ന ആ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് ഒഴിവാക്കി ചെറിയൊരു ഷെയ്ഡിൽ വളർത്തുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാകും. നല്ല നേർവാർച്ചയുള്ള മണ്ണാണ് ഫ്യൂഷ്യയ്ക്ക് ആവശ്യം. ഗാർഡൻ സോയില്, കൊക്കോപീറ്റ്, കമ്പോസ്റ്റ് ഇവയെല്ലാം ചേർന്നൊരു മിശ്രിതമാണ് ഏറ്റവും നല്ലത്. മണ്ണ് എപ്പോഴും ചെറുതായൊരു നനവുള്ളതായിരിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. അധികം വെള്ളമായാൽ വേരുകൾ ചീഞ്ഞു പോകാനുള്ളതിന് കാരണമാകും. മാസത്തിൽ 1-2 തവണ ജൈവവളം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പൂവിടുന്ന സമയമാകുമ്പോൾ പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയ വളം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫ്യൂഷ്യ പ്ലാന്റ്സിലെ ഉണങ്ങിയ പൂക്കളും അതുപോലെ തന്നെ നീണ്ടുപോയ ശാഖകളും ഇടയ്ക്കിടയ്ക്ക് മുറിച്ചു മാറ്റുകയാണെങ്കിൽ പുതിയ ശാഖകളും കൂടുതൽ പൂക്കളും ഉണ്ടാകാൻ അത് സഹായകമാകും. നല്ല അടഞ്ഞ മഴക്കാലത്താണെങ്കിൽ നല്ല വായു സഞ്ചാരം ഉറപ്പാക്കാനും അതുപോലെ തന്നെ ഇലകൾ നനവ് കൂടുതലായി നിൽക്കുന്നത് ഒഴിവാക്കാനും ശ്രദ്ധിക്കണം. മൈറ്റ് പോലുള്ള കീടങ്ങളുടെ ആക്രമണം കണ്ടു തുടങ്ങിയാൽ വേപ്പെണ്ണ ലായനിയോ അതുപോലെ തന്നെ അനുയോജ്യമായ ഏതെങ്കിലും ജൈവ കീടനാശിനികളോ ഒക്കെ ഉപയോഗിച്ച് അവയുടെ ശല്യം നിയന്ത്രിക്കാവുന്നതാണ്. ഫ്യൂഷ്യയുടെ മറ്റൊരു പ്രത്യേകത ചിത്രശലഭങ്ങളെയും തേനീച്ചകളെയും ഹമ്മിങ് ബേഡ്സുകളെയും ഒക്കെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കട്ടിങ്സ് പിടിപ്പിക്കുന്ന സമയത്തും മദർ പ്ലാന്റിൽ നിന്ന് കട്ടിങ് എടുക്കുന്ന സമയത്തും സാഫ് അല്ലെങ്കിൽ ബാവസ്റ്റിൻ പോലുള്ള ഫംഗിസൈഡുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം. മനോഹരമായ നിറങ്ങളും തൂങ്ങി നിൽക്കുന്ന ആകർഷകമായ പൂക്കളും കാരണം ഫ്യൂഷ്യ ഏത് പൂന്തോട്ടത്തിൻ്റെയും ഭംഗി കൂട്ടുന്ന ഒരു അലങ്കാര ചെടി തന്നെയാണ്. ശരിയായ വെളിച്ചവും നനവും പരിപാലനവും നൽകിയാൽ വർഷത്തിൽ പല സമയങ്ങളിലും സമൃദ്ധമായ പൂക്കൾ വിരിയിച്ച് നിങ്ങളുടെ വീടിനും പൂന്തോട്ടത്തിനും ഒരു പ്രത്യേക ഭംഗി തന്നെ പകരും. ഈ സൈസിലുള്ള 5 പ്ലാന്റ്സുകൾക്ക് 799 രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് കേരളത്തിൽ എവിടെയായാലും നിങ്ങൾക്ക് അയച്ചു തരുന്നൊരു പ്രൈസ് വരുന്നത്. വിത്തൗട്ട് പോട്ടായിട്ടായിരിക്കും പ്ലാന്റ്സുകൾ അയക്കുന്നത്. പോട്ടിൽ മാത്രമല്ല കവറിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളും നമ്മളെടുത്ത് അവൈലബിൾ ആണ്. എല്ലാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും. 5 വ്യത്യസ്ത നിറങ്ങളിലുള്ള ഫ്യൂഷ്യ പ്ലാന്റ്സുകൾ ലീഫ് ഡിഫറൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാ പ്ലാന്റ്സുകളും തന്നെ പൂക്കളായി നിൽക്കുന്നവയല്ല. അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോ എടുത്തു വെച്ച ശേഷം കാര്യമായ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയച്ചു തരികയാണെങ്കിൽ റീഫണ്ട് ചെയ്തു തരികയോ അല്ലാത്ത പക്ഷം നിങ്ങൾ വേറെ എന്തെങ്കിലും പ്ലാന്റ് എടുക്കുന്നതിൻ്റെ കൂടെ അയച്ചു തരികയോ ചെയ്യുന്നതായിരിക്കും. ഫ്യൂഷ്യ കോംബോ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ. നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.